ഇനി രാജ്യാന്തര വാർത്തകളുടെ സമയം. ജെയിംസ് സാറിന്റെ സമയം. ജെയിംസ് സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഗുഡ് മോർണിംഗ് സ്മിത. ഹായ് ജെയിംസ് സാർ, ഇറാൻ അമേരിക്ക യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള മൂന്നാം വട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു. പുരോഗതി ഉണ്ടെന്ന് ഇരുകൂട്ടരും പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമല്ല സ്മിത. പക്ഷെ ഒരു കാര്യമുണ്ട്, തൽക്കാലം യുദ്ധം ഒഴിവായിട്ടുണ്ട്. കാരണം ഇത് പരാജയപ്പെട്ടാൽ ആക്രമിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അക്കാര്യത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി. കാരണം അടുത്ത വട്ട ചർച്ച വിയന്നയിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പുരോഗതി ഉണ്ടായെന്ന് മധ്യസ്ഥരായിട്ടുള്ള ഒമാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒമാന്റെ വിദേശകാര്യമന്ത്രി അവര് വാഷിംഗ്ടണിലെത്തി അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസുമായിട്ട് ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ട്. പക്ഷെ ഇതേ സമയം തന്നെ ഈ യുദ്ധവിമാനങ്ങളും യുദ്ധക്കപ്പലുകളൊക്കെ കൂടുതലായിട്ട് അമേരിക്ക ഇറാന്റെ തീരത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ചൈന കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉപഗ്രഹ ചിത്രം ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഉപഗ്രഹ ചിത്രത്തിൽ 11 F-22 റാപ്റ്റർ യുദ്ധവിമാനങ്ങൾ ഇന്നലെ ഇസ്രായേലിൽ എത്തുകയും അത് വിന്യസിക്കുകയും ചെയ്തതിൻ്റെ ചിത്രങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ സമാധാനത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നു. എന്തായാലും ആണവായുധം ഉണ്ടാക്കില്ലെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും അമേരിക്ക പറയുന്ന പല കാര്യങ്ങളും സ്വീകാര്യമല്ല. ഇസ്രായേൽ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കാൻ പാടില്ല എന്നതിനോട് യോജിക്കുന്നില്ല ഇറാന് വലിയ പിന്തുണയുമായിട്ട് ചൈനയും റഷ്യയും രംഗത്തുണ്ട്. ചൈന അതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്, നിങ്ങൾ എവിടെയൊക്കെ വിമാനം കൊണ്ടുവരുന്നുണ്ടോ, എവിടെയൊക്കെ കോപ്പ് കൂട്ടുന്നുണ്ടോ, ഇതെല്ലാം ഞങ്ങളുടെ റഡാറിലുണ്ട്, ഞങ്ങളുടെ കണ്ണുകളിലുണ്ട് എന്നുള്ളത്. കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇറാനിൽ ആക്രമണം നടന്നാൽ 80% എണ്ണ ചൈനയ്ക്ക് കിട്ടുന്നത്. വെനിസ്വേലയിലും 80% ചൈനയ്ക്കായിരുന്നു. അപ്പോൾ ചൈന വലിയ പ്രതിസന്ധിയെ നേരിടും. ഗൾഫ് രാജ്യങ്ങൾ ആശങ്കയിലാണ്. ഇതിനിടയിലാണ് ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും വലിയൊരു ചർച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവിടെ നടന്നത്. പ്രതിരോധ കരാറുകളിൽ ഒപ്പിടുന്നു. ആ കരാറുകൾ ഒപ്പിടുന്നതിൻ്റെ പേരിൽ പാകിസ്ഥാൻ വലിയ ആശങ്കയിലാണ്. കാരണം കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അമേരിക്കയുടെ സഹായം നമുക്ക് വേണ്ട പോലെ കിട്ടിയില്ല. പക്ഷേ ഇസ്രായേലാണ് നമുക്ക് കാർപ്പറ്റ് ബോംബിങ്ങിനും ഡ്രോണുകൾക്കൊക്കെ സഹായം നൽകിയത്. അപ്പോൾ ഈ ബന്ധം പാകിസ്ഥാനെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരേ തരത്തിൽ എന്ന് മാത്രമല്ല, വലിയൊരു വാർത്ത കൂടി വരുന്നു. ഇറാനുമായിട്ടുള്ള യുദ്ധം വേണ്ടെന്ന് വെപ്പിക്കാൻ ഇന്ത്യ അനൗദ്യോഗികമായിട്ട് ഇസ്രായേലുമായി ചർച്ച നടത്തിയെന്ന വാർത്ത കൂടി വരുന്നുണ്ട്. കാരണം ഇസ്രായേലുമായി ഇറാനുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. അതുകൊണ്ട് ഇപ്പം നടന്ന യുദ്ധം ഉണ്ടാവില്ല എന്ന് പറഞ്ഞതിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ തിരക്കിട്ട ഇസ്രായേൽ യാത്ര കൂടി അതിൽ പങ്കാളിത്തം വഹിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഹാഷ്മി, സ്മിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.